അപ്പോഴേ ഇന്ന് നമ്മൾ വിചാരിച്ചു രാവിലെ മുതൽ ഉച്ച വരെയുള്ള അത് വ്ളോഗാക്കിയിട്ട് ചെയ്യാമെന്നിട്ട്. ഞാൻ ആദ്യം ഷോർട്സ് ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് കുറച്ച് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ കൂടെ ചേർത്തിട്ടൊരു ലോങ് വീഡിയോസായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് വേഗം ചായക്കുള്ള പണികൾ വേഗം അങ്ങോട്ട് നടത്തിയിട്ടോ. കാരണം ചായയും ചോറും അങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 11 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ വേഗം ചായക്കുന്ന ദോശയായിരുന്നു. നമ്മൾ ഓൾറെഡി പിന്നെ മാവൊക്കെ അരച്ച് വെച്ച് ഫ്രിഡ്ജിൽ എപ്പോഴും മാവുള്ളത് കൊണ്ട് ദോശ ഉണ്ടാക്കി. പിന്നെ ഒരു ഉള്ളി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ട് മാഷിന് ചായ കൊടുത്തു. എന്നിട്ട് പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചു. കൂടെ തന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളവും കൂടെ നമ്മുടെ കറണ്ടടുപ്പും വെച്ചുട്ടോ. ഈ കറണ്ടടുപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര ഇതാണ് ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയാൽ ഈ കറണ്ടടുപ്പുമ്മൽ നമുക്ക് അത്യാവശ്യം ചില പാത്രങ്ങളൊക്കെ പിന്നെ അത്യാവശ്യം അടിപരപ്പുള്ള പാത്രങ്ങൾ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് എന്തും എങ്ങനെയെങ്കിലും ആക്കാം. ചീനച്ചട്ടി മാത്രം വെക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം നമ്മുടെ അടുത്ത് അടിപരപ്പുള്ള പാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് അതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല കേട്ടോ. ഈ കറണ്ട് അടുപ്പും വെച്ചിട്ട് പാചകം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. വല്ലപ്പോഴൊക്കെ ഒരു അബദ്ധം പറ്റി അപ്പോഴത്തേക്കും വേറെ ഗ്യാസ് കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. കറണ്ട് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം പാത്രം ഉണ്ടായിരുന്നു രാവിലത്തെ പണി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതൊക്കെ കണ്ട് കഴുകി വെച്ചിട്ട് ചായ കുടിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വെള്ളം തിളച്ച് വന്നപ്പോൾ അരിയും കൂടെ അതിനകത്തോട്ടിട്ട് പിന്നെ അമ്മയ്ക്ക് കഞ്ഞി വേണമായിരുന്നു. ഉച്ചയ്ക്ക് തിരിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വരുമ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഇപ്പോൾ പൊടിയേരി കഞ്ഞിയാണ് കേട്ടോ കൊടുക്കണത്. കാരണം അമ്മയ്ക്ക് ബ്ലഡൊക്കെ ഇച്ചിരി കുറവ്. അപ്പോൾ തവിടുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബ്ലഡ് വെക്കില്ല. അപ്പോൾ 9 ഉള്ളൂ ബ്ലഡ് കേട്ടോ. അതുപോലെ ക്രിയാറ്റിൻ ലെവലൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ട്. പിന്നെ സോഡിയം കുറച്ച് കുറവായിരുന്നു. അന്ന് ഇതേപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ സോഡിയം കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പൊടിയരി മേടിച്ചിട്ട് അത് കഞ്ഞി വെച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മാഷ് നമ്മുടെ അടുക്കളയിൽ വന്നിട്ട് മക്കഡാമിയല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്ന കേട്ടോ. സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു നട്ട്സാണ്, അടിപൊളി നട്ട്സ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഞാനതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ചായ കുടിക്കാനിരിക്കുകയാണ്. കാരണം എന്നും ഇഡ്ഡലിയും ദോശയായ കാരണം കൊണ്ട് എനിക്കൊരു മടുപ്പായ കാരണം ഇന്നൊരു വെറൈറ്റി വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ബ്രെഡും ചമ്മന്തി നമ്മുടെ ഈ ദോശയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ചമ്മന്തിയും ബ്രെഡും കൂടെ ഒരിക്കലും ചേരാത്ത 2 സംഭവങ്ങളെ തമ്മിൽ ചേർത്ത് വെക്കുക. ഇപ്പം അങ്ങനെയാണല്ലോ, ട്രെൻഡ് അങ്ങനെയല്ലേ. ഒരിക്കലും ചേരാത്ത 2 സാധനങ്ങളെ തമ്മിൽ ചേർത്ത് വെച്ചാൽ അതൊരു ട്രെൻഡായി മാറുമല്ലോ. അപ്പോൾ പിന്നെ നമ്മളും ഒരു ട്രെൻഡാക്കി മാറ്റാമെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ ട്രെൻഡാക്കി മാറ്റിയാലോ, ഇങ്ങനെയൊക്കെ ബ്രെഡും ചമ്മന്തി ഒരു കോംബോ ആക്കി മാറ്റിയാലോ. അങ്ങനെ ഒരിക്കലും ചേരാത്തതിനെയൊക്കെ ചേർക്കണം എന്നേ. അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ചേരാത്തതല്ലേ നമ്മുടെ ലൈഫിലൊക്കെ ഒരിക്കലും ചേരാത്തതിനെ നമ്മൾ ചേർത്ത് വെച്ച് നമ്മൾ ജീവിച്ചു പോകണില്ലേ. അപ്പം അതുപോലെ അങ്ങോട്ട് നമ്മുടെ ഫുഡിലും അതൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് പോവുക. എവിടെ എത്തുന്നൊന്നും അറിയില്ല. എവിടെ നിൽക്കുന്നോ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുക. തള്ളാൻ ആളുണ്ടെങ്കിൽ തള്ളിക്കോട്ടെ, ഇല്ലെങ്കിൽ അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കഞ്ഞിക്കൊക്കെ വെള്ളം വെച്ചു. ഞാൻ ബ്രെഡും നമ്മുടെ ചമ്മന്തിയും കുടിച്ചു. ചമ്മന്തിയും ചായയും കൂടെ കഴിച്ചു. ചമ്മന്തി കുടിച്ചു എന്നല്ല കേട്ടോ, ചമ്മന്തിയൊക്കെ കൂടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മ ചായ കുടിക്കാൻ, അമ്മയോട് ഞാൻ പിന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ കുളി കഴിഞ്ഞ പടനെ പോകാനുള്ള ഡ്രസ്സ് ഇട്ടോളാം. കാരണം അമ്മ കുറച്ച് പതുക്കെയാണ് കാലിനൊന്നും വയ്യാത്ത കാരണോട്. അപ്പോൾ പിന്നെ പോകാൻ സമയത്ത് ഡ്രസ്സ് മാറുമ്പോഴത്തേക്ക് വണ്ടിക്കാരൻ വന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം തന്നെ ഡ്രസ്സ് മാറിയിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നാൽ മതി എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ചായപ്പണി കഴിഞ്ഞ് ചോറും ആയിട്ടുണ്ട് കേട്ടോ. കറി പിന്നെ ഇന്നലത്തെ കറി ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചതുള്ളത് കൊണ്ട് ഒരു സാലഡ് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു കേട്ടോ. പിന്നെ വണ്ടിക്കാരൻ വന്നപ്പോൾ നമ്മൾ അമ്മയെ വണ്ടിയിൽ ഇങ്ങനെ പൊക്കണം. കാരണം ഇപ്പോഴത്തെ ഈ ഓട്ടോൻ്റെയൊക്കെ സ്റ്റെപ്പ് കുറച്ച് പൊക്കമുള്ളതല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് അമ്മയ്ക്ക് കാല് പൊങ്ങൂല. കാരണം ഈ കാലിനൊക്കെ പ്രശ്നമുള്ള കാരണം കൊണ്ട് അപ്പം മേളിലോട്ട് പിന്നെ കാലിലൊക്കെ അത്യാവശ്യം നീരും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആ ബാക്ക് ഭാഗം ഒന്ന് പൊക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കയറി പോകാനും പിന്നെ ഇറങ്ങുമ്പോൾ ഇറക്കുകയും വേണം. സ്റ്റെപ്പും വന്ന് ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഓട്ടോയിൽ കയറി നമ്മൾ ഹെൽത്ത് സെൻറ്ററിലേക്കാണ് കേട്ടോ പോകുന്നത്. കാരണം അവിടെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ എത്ര പേഷ്യൻ്റ് ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. പെട്ടെന്ന് ഒഴിവായാൽ നന്നായിരുന്നു. പക്ഷേ പോയപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. നമുക്ക് 135ാമത്തെ ടോക്കനായിട്ടോ കിട്ടിയത്. അപ്പോൾ അവിടുത്തെ ഹെൽത്ത് സെൻറ്ററിലെ അറ്റൻഡർ ചേട്ടനായിട്ടോ നമ്മുടെ പരിചയം ഉണ്ട്. 2-3 മാസം എന്താ കാണാതിരുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിങ്ങനെ പറയാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളവർ പെട്ടെന്ന് നമ്മൾ നിർത്തിയപ്പോൾ എന്താണാവോ, നമ്മൾ സ്ഥിരം കാണുന്നവർ കാണില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു. കാരണം നമ്മുടെ
മുന്നിലുള്ള കുറച്ച് 2-3-4 പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മാഷിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഹെൽത്ത് സെൻ്ററിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാലിയേറ്റീവിൻ്റെ ബുക്ക് ഉണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ മാസത്തെ മരുന്നും വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് ഡോക്ടർ എഴുതി തരാനുമുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ അമ്മ ചെയറിലെത്തി ഞങ്ങളും കുറച്ച് നേരം ഇരുന്ന് അപ്പോഴത്തേക്കും നമ്മുടെ ടോക്കനായിട്ട് ഇപ്പോൾ ഹെൽത്ത് സെൻ്ററൊക്കെ ഭയങ്കര പുരോഗതിയാണ് കേട്ടോ. അവിടുത്തെ മരുന്നും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മരുന്നാണ്. നമ്മൾ എല്ലായിടത്തും മരുന്ന് ക്വാളിറ്റി ഉണ്ട്, പക്ഷേ ഹെൽത്ത് സെൻ്ററിലെ മരുന്ന് നല്ല മരുന്നാണ്. അമ്മയ്ക്ക് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി വേഗം തന്നെ ഡ്രസ്സ് മാറി എല്ലാവർക്കും ഉള്ള എവിടെയെങ്കിലും പോയി ഒന്ന് നമ്മുടെ കോമൺ ഡ്രസ്സിലേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ശ്വാസം കിട്ടുക. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേഗം ഒരു അംഗത്തിന് ബാല്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ വേഗം ഒരു ടാങ്കൊക്കെ കലക്കി അമാശനും അമ്മയ്ക്കും ഞാനും ഒക്കെ കുടിച്ച് ഒന്ന് സ്വസ്ഥമായി. നല്ല ചൂടാണല്ലോ പുറത്ത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ വലിയ പണിയില്ല, കറി ഉണ്ടായത് കാരണം കൊണ്ട് ചിക്കൻ കറി ഉണ്ട്. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം സാലഡും ചിക്കൻ കറിയും കൂട്ടി മാഷിന് ചോറ് കൊടുത്തു. ഞാൻ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അമ്മ കഞ്ഞിയും കുടിക്കുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടമാണ് നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത്